കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ചു മരിച്ചവരുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വന്നവരുടെ കൂട്ടത്തിൽ എത്ര ഓർത്തഡോക്സ് സഭാ തിരുമേനിമാരും വൈദികരും സഭാസ്ഥാനികളുമുണ്ടെന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഞാനും സഭാവിശ്വാസികളും നിരാശരായി. ദൃശ്യമാധ്യമങ്ങളിൽ ലൈവ് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യാവസാനം വരെ കാത്തിരുന്നു. ഒരാൾ പോലും വന്നതായി കണ്ടില്ല. നിരാശയും സങ്കടവുമാണ് സഭാവിശ്വാസികൾക്കുണ്ടായത്. ആരും വന്നില്ലെങ്കിലും മരിച്ച സഭാപുത്രന്മാരുടെ വികാരിമാർക്കെങ്കിലും വരാമായിരുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ നോക്കി. ആ ദുഃഖകരമായ വേളയിൽ അവിടെ സഭയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. കാതോലിക്ക ബാവ ഉൾപ്പെടെ 20-ലധികം തിരുമേനിമാരും കേരളത്തിൽ തന്നെയുണ്ട്. അൽമായ വൈദിക ട്രസ്റ്റിമാർ, അസോസിയേഷൻ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി 1,900 കമ്മിറ്റികൾ, പ്രിൻസിപ്പൽ സെക്രട്ടറി, പേഴ്സണൽ സെക്രട്ടറി, PRO, സഹ PRO, സദാകോർ, എപ്പിസ്കോപ്പമാർ തുടങ്ങി മൂത്ത റീഷ്കോർ എപ്പിസ്കോപ്പ വരെ എണ്ണിയാലൊടുങ്ങാത്ത സമിതികളും സ്ഥാനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. 2 ഓർത്തഡോക്സ് മകൻ ഉൾപ്പെടെ 24 പേരുടെ ചേതനയേറ്റ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. അതിൽ ഭൂരിപക്ഷവും 40 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള യുവാക്കൾ. ഭരണപ്രതിപക്ഷ നേതാക്കളും സമുദായ സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അവിടെ വന്നിട്ടും ഓർത്തഡോക്സ് സഭയുടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നത് മനുഷ്യത്വം നഷ്ടപ്പെട്ട സഭാ നേതൃത്വത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? എയർപോർട്ടിൽ പോയി സ്വീകരിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയ്ക്ക് സഭാ മക്കളോടുള്ള കരുതൽ എത്രമാത്രമെന്ന് വിലയിരുത്തുന്നതിന്, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ സഹിക്കാവുന്നതിൽ കൂടുതലായ ഒരു ദുഃഖമുണ്ടാവുമ്പോൾ ആ പൊതുസമൂഹത്തിൽ സഭയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ 2 നോട്ട് ബുക്ക് വിതരണം ചെയ്ത് പത്രത്തിൽ ഫോട്ടോ വരുത്താനും, അല്ലെങ്കിൽ 2 ഓല പുരയ്ക്ക് മുകളിലിടാൻ 300 രൂപ വില വരുന്ന 2 ടാർപോളിൻ ഷീറ്റ് കൊടുക്കുന്ന ഫോട്ടോ പത്രത്തിൽ അച്ചടിച്ചു വരാനുമൊക്കെ പോകുന്നതിലും എത്രയോ നല്ലതാണ് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നത്.